ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ സ്റ്റോറി ബീറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA സ്റ്റുഡൻസിൻ്റെ തേർഡ് സെമ്മിലെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി പാർട്ട് 2 അതിൽ തന്നെ ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള സ്ട്രക്ചറലിസം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Structuralism applied linguistics to the entire array of humanities and social science from anthropology to psychology. സ്ട്രക്ചറലിസം ആന്ത്രോപോളജി മുതൽ സൈക്കോളജി വരെയുള്ള ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസിനെയൊക്കെ ലിംഗ്വിസ്റ്റിക്സ് അഥവാ ഭാഷാശാസ്ത്രത്തെ സ്ട്രക്ചറലിസം വഴി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഒറിജിൻ ക്യാൻ ബി ട്രേസ്ഡ് ടു ദ ബേസിക് ട്രെൻഡ്സ് ഓഫ് ന്യൂ ക്രിറ്റിസിസം ആൻഡ് റഷ്യൻ ഫോർമലിസം. ന്യൂ ക്രിറ്റിസിസത്തിൻ്റെയും റഷ്യൻ ഫോർമലിസത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങളിൽ നിന്നാണ് ഈ ഒരു സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഇതിൻ്റെ ഒറിജിൻ. ഇറ്റ് സിഗ്നിഫൈസ് ദ വർക്ക് ഓഫ് ഫ്രഞ്ച് ലിറ്റററി ക്രിറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, ആന്ത്രോപോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഫിലോസഫേഴ്സ് ഡ്യൂറിംഗ് ദ 1960s. 1960s ഫ്രഞ്ച് ലിറ്റററി ക്രിറ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, ആന്ത്രോപോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഫിലോസഫേഴ്സ് എന്നിവരുടെ പ്രവർത്തനങ്ങളെ ഈ ഒരു സ്ട്രക്ചറലിസത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ എമോങ് ദ സ്ട്രക്ചറലിസ്റ്റ് ആർ റൊണാൾഡ് ബാർട്സ്, ക്ലോഡ് ലിവിസ്ട്രസ്, ഗ്രെഗർ ജെനറ്റ് ആൻഡ് ഫെർഡിനൻഡ് ഡി ഷുഷോർ. സ്ട്രക്ചറലിസത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ജെറാർഡ് ജെനറ്റ്, റൊണാൾഡ് ബാർട്സ്, ക്ലോഡ് ലെവി-സ്ട്രസ് ആൻഡ് ഫെർഡിനൻഡ് ഡി ഷുഷോർ. Even though structuralism is not exclusive about language and literature, as we have seen above, it has fundamentally restructured our approach to literature. അതായത് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് അബൌട്ട് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഭാഷയെയും സാഹിത്യത്തെയും കുറിച്ചുള്ളതാണെങ്കിലും നമ്മൾ മുകളിൽ കണ്ടതുപോലെ അത് ലിറ്ററേച്ചറിനോട് കൂടിയുള്ള നമ്മുടെ സമീപനത്തെ അടിസ്ഥാനപരമാക്കി പുനർനിർമ്മിച്ചിരിക്കുന്നതാണ്. Structuralism is an intellectual system which seeks to understand everything on the basis of language. ഭാഷയുടെ അടിസ്ഥാനത്തിൽ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഇൻ്റലക്ച്വൽ സിസ്റ്റമാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നോട്ട് ചെയ്ത് വെക്കണേ. ഇറ്റ് പെർസീവ്സ് ലാംഗ്വേജ് ആസ് എ സിസ്റ്റം ഓർ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് അതായത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് സ്ട്രക്ചറലിസത്തിൽ കാണുന്നത്. സ്ട്രക്ചറലിസം എമർജ്ഡ് ഇൻ ദ 1950s ആൻഡ് എക്സ്റ്റെൻഡഡ് ഇൻ ടു ദ 1960s. സ്ട്രക്ചറലിസം എമർജ് ചെയ്തത് 1950s അത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 1960s. The theory was heavily influenced by Ferdinand de Saussure's linguistics, particularly his concept of language as a system of science. ഈ ഒരു തിയറി, സ്ട്രക്ചറലിസം എന്ന ഈ ഒരു തിയറി ഹെവിലി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് ഫെർഡിനൻഡ് ഡി ഷുഷൂർ എന്ന് പറഞ്ഞ ഒരു ലിംഗ്വിസ്റ്റിക്സിനെയാണ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് ലാംഗ്വേജ് ആസ് എ സിസ്റ്റം ഓഫ് സൈൻ എന്ന് പറയുന്നത്. A group of French intellectuals applied this linguistics principle to social and cultural phenomena. ഒരുപാട് ഫ്രഞ്ച് ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിളിനെ സോഷ്യലായിട്ടും കൾച്ചറലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാണ് പറയുന്നത്. Literary studies, structuralism seek to explain how text acquire meaning and the effect of thus meaning by identifying recurring structures and codes rather than generating new interpretations or focusing on author's intent. പോയിന്റിലൂടെ മനസ്സിലാക്കുന്നത് ലിറ്റററി സ്റ്റഡീസിൽ സ്ട്രക്ചറലിസം സീക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് മീനിങ് അക്വയർ ചെയ്യുന്നത്, ടെക്സ്റ്റിലൊക്കെ മീനിങ് അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും ആൻഡ് ഈ ഒരു മീനിങ്ങിൻ്റെ എഫക്റ്റിനെ സ്ട്രക്ചറിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആൻഡ് അതേസമയം ജനറേറ്റിംഗ് ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ, പുതിയ ഇൻ്റർപ്രിട്ടേഷൻസ് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫോക്കസിങ്, ഇത് ഓതേഴ്സിൻ്റെ ഇൻറ്റൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എങ്ങനെയാണ് ലിറ്റററി സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു കുഞ്ഞു നോട്ട്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ പാസ്സാവാൻ കഴിയും. ഇനി നമുക്ക് സ്ട്രക്ചറലിസത്തിലെ മേജറായുള്ള തിയറിസ്റ്റ് അല്ലെങ്കിൽ തിങ്കേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 4 പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫെർഡിനൻഡ് ഡി ഷുഷൂർ, റൊണാൾഡ് ബാർട്സ്, ജെറാർഡ് ജെനിറ്റ്, ക്ലോഡ് ലിവിസ്ട്രസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഫെർഡിനൻഡ് ഡി ഷുഷൂറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷുഷൂർ എന്ന് പറയുന്നത് ഒരു സിസ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത് ഫാദർ ഓഫ് മോഡേൺ സ്ട്രക്ചറലിസം ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഈ തിയറിയിൽ അദ്ദേഹം മാർക്ക് ചെയ്യുന്നത് റവല്യൂഷണറി ബ്രേക്ക് ഡൗൺ ഫ്രം ട്രഡീഷണൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ലാംഗ്വേജ് സ്റ്റഡീസിനെയാണ്. അതേപോലെ തന്നെ അദ്ദേഹം റൂൾ ചെയ്യുന്നത് സ്ട്രക്ചറലിസത്തിൻ്റെ റൂൾസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ലാംഗ്വേജ് ഒരിക്കലും ഒരു നെയിമിംഗ് പ്രോസസ്സ് അല്ല, അത് ഒരു അസോസിയേറ്റ്, ഒരു വേർഡിനോ ഒരു നെയിമിനോ അസോസിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഷുഷൂറിൻ്റെ കോൺസെപ്റ്റാണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈനിൽ പറയുന്നത് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ആണ്. സിഗ്നിഫയർ എന്ന് പറയുന്നത് സൗണ്ട് ഇമേജ് അല്ലെങ്കിൽ ഒരു വേർഡ് ഫോം ഒക്കെയാണ്. സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് ദ കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ സിഗ്നിഫയർ പ്ലസ് സിഗ്നിഫൈഡ് ഇസ് ഈക്വൽ ടു സൈൻ ആവുന്നുണ്ട്. ആൻഡ് സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ഈസ് ആർബിട്രറി ആണ്. ആൻഡ് ഷുഷൂറിൻ്റെ മറ്റൊരു കോൺസെപ്റ്റാണ് ലാഗ് ആൻഡ് പാരോൾ. ലാഗ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് ലാംഗ്വേജ് ആണ്. അതായത് റൂൾസ് ബിഹൈൻഡ് ദ വേ ദ ലാംഗ്വേജ് ഈസ് അറേഞ്ച്ഡ് ആൻഡ് യൂസ്ഡ്.
ലാംഗ്വേജ് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യാനുള്ള ഒരു വേ ആണെന്നാണ് ലാഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് എ ലാംഗ്വേജ് സിസ്റ്റം ഓർ സ്ട്രക്ചർ. ഇതെന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന്റെ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് പരോളാണ്. പരോൾ വിച്ച് മീൻസ് സ്പീച്ച് എന്നാണ്. ഇതെന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ ശരിയായ ഉച്ചാരണം അല്ലെങ്കിൽ സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് പരോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെമിയോളജി ആൻഡ് സെമിയോട്ടിക്സ് ആണ്. സെമിയോളജി എന്ന് പറയുന്നത് ഈസ് ദ സ്റ്റഡി ഓഫ് സൈനിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മീനിങ് ത്രൂ ദ സൈനിൻ്റെ മീനിങ്ങിനെ പഠിക്കുന്നതിനെയാണ്. ഇനി സെമിയോളജി ആൻഡ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ടേംസ് റെഫർ ചെയ്യുന്നത് സ്റ്റഡി ഓഫ് സയൻസ് ആൻഡ് മീനിങ് മേക്കിങ്ങിനെയാണ്. ആൻഡ് സെമിയോളജി വാസ് കോയിൻഡ് ബൈ ആരാണ്? ഷുഷൂർ ആണ്. ആൻഡ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് സൈൻ ഇൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സൈൻ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജും ആൻഡ് കമ്മ്യൂണിക്കേഷനെയാണ്. അതേസമയം സെമിയോട്ടിക്സ് ഒരു ബോർഡർ ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡി ഓഫ് സയൻസിനെ ഒരു ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡി ആയിട്ടാണ് കാണുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോൺ ലിംഗ്വിസ്റ്റിക് സയൻസ് ഒക്കെയാണ്. ആൻഡ് ഇതെങ്ങനെ ഹൗ മീനിങ് ഈസ് ക്രിയേറ്റഡ്, ഈ മീനിങ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സിസ്റ്റത്തിലൂടെ എങ്ങനെയാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിൽ ഈ സെമിയോട്ടിക്സിലൂടെ അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഷുഷൂറിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് വളരെ ചുരുങ്ങിയ നോട്ട്സ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോഡ് ലിവിസ്ട്രസിനെ കുറിച്ചാണ്. ക്ലോഡ് ലിവിസ്ട്രസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആന്ത്രപ്പോളജിയുടെ ഫാദറാണ്. ആൻഡ് അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ ഷുഷൂറിൻ്റെ സ്റ്റഡി ഓഫ് കൾച്ചറിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് ബൈനറി ഓപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഈ ഓപ്പോസിഷൻസ് ബേസ് ചെയ്യുന്നത് മൈൻഡ് ഓർഗനൈസ് ചെയ്യാനും ആൻഡ് കൾച്ചറൽ ഫിനോമിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മിതോളജി, കിങ്ഷിപ്പ് ആൻഡ് സോഷ്യൽ റിച്വൽസ് ഒക്കെയാണ്. ലിവിസ്ട്രസ് ആർഗ്യൂ ചെയ്യുന്നത് കൾച്ചറൽ എലമെൻറ്റിനെയാണ്. അതായത് അത് ഡിറൈവ് ചെയ്യുന്നത് മീനിങ്ങിൽ നിന്നാണ്. ഫ്രം ദ റാഷണൽ പൊസിഷൻ വിത്ത് എ സിസ്റ്റം, അത് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് റാദർ ദാൻ ഇൻ ഐസൊലേഷനിലൂടെയാണ്. ഇനി ക്ലോഡ് ലിവിസ്ട്രസിൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത് ബൈനറി ഓപ്പോസിഷൻസും മിത്തീംസും ആണ്. ബൈനറി ഓപ്പോസിഷൻസ് വിച്ച് മീൻസ് ഹ്യൂമൻ തോട്ട്സിനെ ഓപ്പോസിറ്റ് പെയർസ് വെച്ച് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതാണ് ബൈനറി ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹാപ്പി ഓർ സാഡ്, ലൈഫ് ഓർ ഡെത്ത്, അതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് അനലൈസിങ് ദ കൾച്ചറൽ ഫിനോമിന, ഈ കൾച്ചറൽ ഫിനോമിന അനലൈസ് ചെയ്യുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മിതോളജി, കിങ്ഷിപ്പ് ഒക്കെയാണ്. അടുത്തൊരു ഐഡിയ ആണ് മിത്തീംസ്. മിത്തീംസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് പ്രോസസ് ഓഫ് മിത്തിനെ ബിൽഡിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് മിത്തീംസ് എന്ന് പറയുന്നത്. അതിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മിത്താണ്. ആൻഡ് ഈ മിത്തീംസ് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോഡ് ലിവിസ്ട്രസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷനെ ബണ്ട്ലെസ് റിലേഷൻഷിപ്പ് ആയിട്ട് ഐസൊലേറ്റ് ഇവൻസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, മിത്തീംസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള റിലേഷൻ ടു അതേഴ്സ് മിത്തീം, മറ്റൊരു മിത്തീംസിൽ നിന്നും മിത്തിനെയാണ് ഇതിൽ മീനിങ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് റിവീൽ ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ മെന്റൽ സ്ട്രക്ചറിനെ ഡൈവേഴ്സ് മിത്തായിട്ടാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ക്ലോഡ് ലിവിസ്ട്രസിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് പ്രിക്കോളജി എന്ന് പറയുന്നത്. പ്രിക്കോളജി എന്ന് പറയുന്നത് ലിവിസ്ട്രസിൻ്റെ ഒരു ടേമാണ്. അത് യൂസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിനെയാണ്. അത് ദാറ്റ് ഈസ് യൂസ് വാട്ട് എവർ മെറ്റീരിയൽസ് ആൻഡ് സയൻസ് ആൻഡ് ദാറ്റ് ആർ ഹാൻഡ് അസബിൾ ഇൻ ന്യൂ വേസ് റാദർ ദാൻ ഡിസൈനഡ് ഫ്രം സ്റ്റാർച്ച്. അതുപോലെ തന്നെ ബ്രിക്കോളജി എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റോ ഐഡിയയോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ എന്തോ ആകാം, അത് പുതുതായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ബ്രിക്കോളജി എന്ന് പറയുന്നത്, ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇനി അടുത്തൊരു തിങ്കറാണ് റൊണാൾഡ് ബാർട്സ്. റൊണാൾഡ് ബാർട്സ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ലിറ്റററി തിയറിസ്റ്റ് ആണ്, ഫിലോസഫറാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് സ്ട്രക്ചറലിസം ആൻഡ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് റൈറ്റിംഗ് ഡിഗ്രി 0 1953 ആൻഡ് മിത്തോളജിസ്റ്റ് 1957 ആൻഡ് എലമെന്റ് ഓഫ് സെമിയോളജി 1968. ഈ വർക്ക്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷണൽ വർക്ക്സ് ആണ്. കൂടുതലായിട്ടും സെമിയോട്ടിക് തിയറി ബേസ് ചെയ്തിട്ടാണ്. ഈ ഐഡിയ അദ്ദേഹം കൊണ്ടുവന്നത് ഷുഷൂറിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് ഡെത്ത് ഓഫ് ദ ഓതർ 1968. അതിലൂടെ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നത് ട്രഡീഷണൽ നോഷൻസിനെ ഓതർഷിപ്പിലും അതേപോലെ തന്നെ ആർഗ്യൂയിങ് ദാറ്റ് മീനിങ് ഓഫ് ദ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തത് റീഡേഴ്സ് ആണ്, അത് ഫിക്സ് ചെയ്യുന്നത് ഓതേഴ്സ് ആണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു റൊണാൾഡ് ബാർട്സ്, അദ്ദേഹം പിന്നീട് പറയുന്നത് ഹി ടോക്സ് അബൌട്ട് മിത്ത് എന്ന് പറയുന്നത് മിത്തിനെ കുറിച്ചാണ്. മിത്ത് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് മോഡ് ഓഫ് സിഗ്നിഫിക്കേഷൻ ആണ്. ആൻഡ് ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് ഫോളോ ചെയ്യുന്നത് ഡെത്ത് ഓഫ് ദ റീഡറിനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് റൊണാൾഡ് ബാർട്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരാളാണ്, ഒരു തിയറിസ്റ്റ് ആണ്, ജെറാർഡ് ജെനിറ്റ് എന്ന് പറയുന്നത്. ജെറാർഡ് ജെനിറ്റ് വാസ് ഒരു പ്രൊമിനൻറ്റ് ഫ്രഞ്ച് ലിറ്റററി തിയറിസ്റ്റ് ആണ്. അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് സ്ട്രക്ചറലിസം ആണ്. അതിലും അദ്ദേഹം ഫൗണ്ടിങ് ഫിഗർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് നെറട്ടോളജിയാണ്. അദ്ദേഹം സ്ട്രക്ചറലിസ്റ്റ് മെത്തേഡിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റിനെ പഠിക്കാനും ആൻഡ് നരേറ്റീവ് ചെയ്യാനുമാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നരട്ടോളജി, ട്രാൻസ് ടെക്സ്ച്വാലിറ്റിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള പോപ്പുലർ വർക്ക് എന്ന് പറയുന്നത് നരേറ്റീവ് ഡിസ്കോഴ്സ് എസ് ഇൻ മെത്തേഡ് 1972. ഇതിൽ അദ്ദേഹം 3 ഐഡിയാസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറി, നരേറ്റീവ്, നരേഷൻ. സ്റ്റോറി എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. നരേറ്റീവ് എന്ന് പറയുന്നത് വേ ടു സ്പോക്കൺ ആണ്. നരേഷൻ റിട്ടൺ ആണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനായ നരട്ടോളജി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. നരേറ്റീവ്സിൻ്റെ ആൻഡ് നരേറ്റീവ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് നരട്ടോളജി. ഇത് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോറീസ് നമ്മൾ ടോൾഡ് ചെയ്യുന്നത്
ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബീങ് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ കോമ്പൗണ്ട്സ് എങ്ങനെ അനലൈസ് ചെയ്യുന്നു ആൻഡ് മെഷീൻസ് ഓഫ് നറേറ്റീവ് സച്ച് ആസ് പ്ലോട്ട് സ്ട്രക്ചർ ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് നരട്ടോളജി എയിം ചെയ്തിട്ട് യൂണിവേഴ്സൽ എലമെൻസിനെ അൺകവർ ചെയ്യാനും ആൻഡ് അതിൻ്റെ പാറ്റേൺസിനെ അണ്ടർലൈൻ ചെയ്യാനും എല്ലാ നറേറ്റീവ്സിലും ഡിഫറെൻറ്റ് മീഡിയാസ് ഇൻക്ലൂഡിങ് ലിറ്ററേച്ചർ, ഫിലിം ആൻഡ് അതർ സ്റ്റോറി ടെല്ലിംഗ് ഫോംസിലൊക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് തന്നെ മറ്റൊരു ടേമാണ് അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷനാണ് ട്രാൻസ് ടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ജെറാർഡ് ജെനറ്റ് ആണ്. അദ്ദേഹം ഇതിലൂടെ റെഫറിങ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റിനും മറ്റൊരു ടെക്സ്റ്റിൻ്റെ റിലേഷൻഷിപ്പിനെയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹിഡൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒബ്യൂസ് ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രിബ്യൂഷനിൽ ട്രാൻസ് ടെക്സ്ച്വാലിറ്റിനെ അദ്ദേഹം 5 സബ് ടൈപ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇന്റർ ടെക്സ്ച്വാലിറ്റി. അതിലൂടെ മനസ്സിലാക്കുന്നത് ഡയറക്റ്റ് ഇൻ്റർഫറൻസ് ഫ്രം അതർ ടെക്സ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് പാരാ ടെക്സ്ച്വാലിറ്റി. അതിൽ പറയുന്നത് എലമെൻറ്റ്സ് അറൗണ്ട് ദ ടെക്സ്റ്റ് ആണ്. ആൻഡ് തേർഡ് വൺ മെറ്റാ ടെക്സ്ച്വാലിറ്റി. അതിൽ പറയുന്നത് വൺ ടെക്സ്റ്റ് കമ്മിറ്റിംഗ് ഓൺ അതർ. ആൻഡ് അഞ്ചാമത്തത് ഹൈപ്പർ ടെക്സ്ച്വാലിറ്റി. അതിലൂടെ പറയുന്നത് വൺ ടെക്സ്റ്റ് ഡിറൈവ് ഫ്രം അതർ, അതായത് അഡാപ്റ്റേഷൻ. ആൻഡ് ലാസ്റ്റ് എന്തെന്ന് പറയുന്നത് ആർക്കിടെക്ചർ ടെക്സ്ച്വാലിറ്റി, ജേണർ എ ടെക്സ്റ്റ് ബിലോങ്ങിങ് ടു. ഈ 5 സബ് ടൈപ്സ് ആണ് അദ്ദേഹം പറയുന്നത്. ഈ സെക്ഷനിലെ ഏറ്റവും ലാസ്റ്റ് ടേം ആയിട്ടുള്ള സ്ട്രക്ചർലെസ് നരട്ടോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ട്രക്ചർലെസ് നരട്ടോളജി എന്ന് പറയുന്നത് ഒരു സ്റ്റഡീസ് നരേറ്റീവ് സ്ട്രക്ചേഴ്സ് ആൻഡ് പാറ്റേൺസ് ആണ്. ഇത് ഐസൊലേറ്റഡ് സ്റ്റോറീസ് ഓർ തീംസിനെയാണ്. ആൻഡ് ഇത് ഫോക്കസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നരേറ്റീവ് ഫങ്ഷൻസ് എലമെന്റ്സ് ഒക്കെ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ഒരു ടേം സ്ട്രക്ചർലെസ് നരട്ടോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് റൊണാൾഡ് ബാർട്സ്, ജെറാർഡ് ജെനറ്റ്, വാൾഡിമർ പോപ്പ്. ഇവരൊക്കെ ഈ അപ്രോച്ചസ് ഓഫ് പ്രയോറിറ്റീസ് ലാഗ് ദ സിസ്റ്റം ആൻഡ് പാരോൾ ഇൻഡിവിജ്വൽ നരേറ്റീവ്സ്. ഇതിനൊക്കെ അനലൈസ് ചെയ്യുന്നത് ഒരു ഗ്രമാറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷണൽ എലമെന്റ്സ് വിത്ത് സ്റ്റോറീസിലെ ഒരു റിലേഷണൽ എലമെന്റ്സിനെയും ഒരു ഗ്രമാറ്റിക്കലായിട്ടാണ് ഇതൊക്കെ അനലൈസ് ചെയ്യുന്നത്. ഇതിനൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് ലാഗും പാരോളൊക്കെ വെച്ച് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഈ നരട്ടോളജി അപ്ലൈ ചെയ്തിട്ടുള്ളത് സ്ട്രക്ചർലെസ് പ്രിൻസിപ്പിൾ ആയിട്ട് സ്റ്റോറീസിലാണ്. ഇത് ലുക്ക് ചെയ്തൊരു അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് ഓഫ് നരേറ്റീവ്സ് ആണ്. ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് നരേറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. സ്ട്രക്ചർലെസ് നരട്ടോളജി 1960s ആൻഡ് 1970s ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് റൂട്ടഡ് ചെയ്യുന്നത് സ്ട്രക്ചർലെസ് ആണ്, അതായത് ലാംഗ്വേജ് ആസ് എ റൂൾ ആയിട്ടാണ്. നരേറ്റീവ് ഓൾസോ ഹാവ് ഡിപ്പെൻഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി അനലൈസസ്. ആൻഡ് ഈ ഒരു സ്ട്രക്ചർലെസ് നരട്ടോളജിയുടെ എയിം എന്ന് പറയുന്നത് അൺകവർ ഓഫ് ഗ്രാമർ ഓഫ് സ്റ്റോറീസിലെ അൺകവർ ആയിട്ടുള്ള ഗ്രാമേഴ്സ്, യൂണിവേഴ്സൽ പാറ്റേൺ ആൻഡ് ഡിഫറെൻറ്റ് സർഫേസ്, ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് സ്ട്രക്ചർലെസ് നരട്ടോളജിയുടെ എയിം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ എയിലെ സ്ട്രക്ചറലിസം എന്ന് പറയുന്നതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അതിൽ മാക്സിമം പോയിന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഇത് ഏറ്റവും ബെറ്റർ ആവുന്നത്. ആൻഡ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് അടുത്ത സെക്ഷൻസിൻ്റെ ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.